ഹായ് ഗൈസ്, മാർക്കറ്റ് മേഷുവിൻ്റെ പുതിയൊരു ലേണിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു RSI ആസ് വെൽ ആസ് ഓസം ഓസിലേറ്റർ ബേസ്ഡ് സ്ട്രാറ്റജി ആയിട്ടാണ്. അപ്പോൾ ഇത് രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. പക്ഷേ RSI നമ്മൾ ഉപയോഗിക്കുന്നത് 2 പീരീഡ് RSI ആയിരിക്കും വിത്ത് 30 ആസ് ദി ഓവർസോൾ സോൺ. ആൻഡ് ഓസം ഓസിലേറ്റർ നമ്മൾ ഡിഫോൾട്ട് സെറ്റിംഗ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നേക്കാളും മുന്നേ തന്നെ എനിക്കൊരു ഡിസ്ക്ലെയിമർ തരാറുണ്ട്. ഞാൻ മിക്ക വീഡിയോയിലും പറയുന്ന ഡിസ്ക്ലെയിമറാണ്. പക്ഷേ ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ, ഈ ചാനലിൽ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടെ അറിഞ്ഞോട്ടെ എന്ന രീതിയിലാണ് ഞാൻ ഈ ഡിസ്ക്ലെയിമർ വീണ്ടും ഒന്നുകൂടെ പറയുന്നത്. കാരണം അല്ലെങ്കിൽ എനിക്ക് ഒരു ഫാൾസ് എക്സ്പെക്ടേഷൻ ഞാൻ സെറ്റ് ചെയ്യണമെന്ന് ഒരു പേടി എനിക്കുണ്ട്. അതൊന്ന് കവർ അപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇതൊന്നും കൂടെ പറയുന്നത്. സോ ഡിസ്ക്ലെയിമർ എന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രാറ്റജി 100% വർക്ക് ചെയ്യുന്ന സ്ട്രാറ്റജി അല്ല. മേ ബി ബാക്കിയുള്ള സ്ട്രാറ്റജീസിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന് ചെറിയൊരു വിൻ റേറ്റ് കൂടുതലുണ്ടെന്ന് എനിക്ക് എൻ്റെ ബാക്ക് ടെസ്റ്റിലും കാര്യങ്ങളും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ സ്ട്രാറ്റജി പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ആസ് വെൽ ആസ് ഫോർവേഡ് ടെസ്റ്റും കാര്യങ്ങളും നിങ്ങൾ സ്വന്തമായി ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഇതിനൊരു ഉത്തരം കണ്ടുപിടിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ഒരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ചാടിക്കയറി ട്രേഡ് ചെയ്യരുത്. അതിന് പകരം നിങ്ങളൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ഫോർവേഡ് ടെസ്റ്റ് ചെയ്ത് ചെറിയ പൊസിഷൻ ഇട്ട് ട്രേഡ് നോക്കിയിട്ട് നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോകാം. അഥവാ നിങ്ങൾ പല രീതിയിലുള്ള സ്ട്രാറ്റജി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ, ഇത് നല്ല രീതിയിലുള്ള സ്ട്രാറ്റജി ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതും കൂടെ നിങ്ങളുടെ ടൂൾ കിറ്റിൽ ഉൾപ്പെടുത്താമല്ലോ. പിന്നെ ഈ ഒരു വിൻ റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു 100% വിൻ റേറ്റ് ഉള്ള സ്ട്രാറ്റജി അല്ല. ബിയർ മാർക്കറ്റ് അല്ലെങ്കിൽ ബെയറിഷ് കണ്ടീഷൻസുള്ള മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്ട്രാറ്റജി വളരെ മോശം രീതിയിൽ തന്നെ പെർഫോം ചെയ്യുള്ളൂ. പക്ഷേ ഏതൊരു സ്ട്രാറ്റജി ആയിക്കോട്ടെ, വേറെ ഏതൊരു സ്ട്രാറ്റജി ആയാൽ കൂടെ അതും ബെയറിഷ് എൻവിറോൺമെന്റുള്ള മാർക്കറ്റിൽ ഭയങ്കര മോശമായിട്ടേ വർക്ക് ചെയ്യുള്ളൂ. ഒബ്വിയസ്ലി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് എല്ലാ മാർക്കറ്റ് കണ്ടീഷനിലും വർക്ക് ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് ഐഡിയ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം മോശം ബെയറിഷ് മാർക്കറ്റ് കണ്ടീഷനിൽ നമ്മൾ സ്വിംഗ് ട്രേഡ്സ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ അല്ലെങ്കിൽ ലോസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഒരു ബുള്ളിഷ് മാർക്കറ്റ് കണ്ടീഷനിലാണ് നിങ്ങൾ സ്വിംഗ് ട്രേഡ്സ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു പ്രോഫിറ്റ്സ് ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി അവിടെയും കൂടുതലാണ്, റൈറ്റ്? അപ്പോൾ ഒരു പുൾ ബാക്ക് സ്ട്രാറ്റജി, വേറെ ഏതെങ്കിലും പുൾ ബാക്ക് സ്ട്രാറ്റജി ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി ആയിക്കോട്ടെ, എല്ലാം മാർക്കറ്റ് കണ്ടീഷനെ അനുസരിച്ചിരിക്കും അത് എത്രമാത്രം വർക്ക് ചെയ്യുമില്ല എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, റൈറ്റ്? അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു ബുള്ളിഷ് കണ്ടീഷൻസിൽ മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം അല്ലെങ്കിൽ വിൻ റേറ്റ് കുറയും. എന്താണ് ബുള്ളിഷ് കണ്ടീഷൻ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഫസ്റ്റ് ഇവിടെ നിങ്ങൾ കണ്ടോ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സ് നോക്കുക. ഇവിടെ ഈ ഒരു ഹൈ മുതൽ ഈ ഒരു ലോ വരെ ഇതൊരു ബെയറിഷ് കണ്ടീഷനാണ്. ഈ സമയത്ത് നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. ഇവിടെ ട്രേഡ് ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ സ്റ്റോപ്പ് ലോസ് അടിക്കും, അല്ലെങ്കിൽ കൂടുതൽ ലോസസ് വരും, റൈറ്റ്? പക്ഷേ ഈ ഒരു 10 പീരീഡ് ടു 20 പീരീഡ്, ഇത് 10 പീരീഡ് മൂവിങ് ആവറേജ് ആണ്, 20 പീരീഡ് മൂവിങ് ആവറേജ് ആണ്, ഇത് 50 പീരീഡ് മൂവിങ് ആവറേജ് ആണ്, ഇത് 200 പീരീഡ് മൂവിങ് ആവറേജ് ആണ്. ഈ ഒരു 10-20 മുകളിൽ മാർക്കറ്റ് വീണ്ടും നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സ് സസ്റ്റെയിൻ ചെയ്യാൻ തുടങ്ങുന്ന എപ്പോഴാണോ അപ്പോൾ മാത്രം നിങ്ങൾ കൂടുതൽ ട്രേഡുകൾ എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ചെറിയ രീതിയിൽ പൊസിഷൻ എടുത്തു നോക്കിയിട്ട് വർക്ക് ആവുന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ല രീതിയിൽ സൈസ് ചെയ്ത് അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യാം. എങ്കിലും അല്ലെങ്കിൽ നമുക്കറിയില്ലല്ലോ, ഇവിടുന്ന് ഇപ്പോൾ ഒരു റിവേഴ്സിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഡൗണിലായി പോകും. ചെറിയ പൊസിഷൻസ് ആദ്യം എടുക്കുക. ആ രീതിയിലാണ് നമ്മൾ സ്വിംഗ് ട്രേഡിനെ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾ 10 പീരീഡ് മൂവിങ് ആവറേജ് കുറച്ച് സസ്റ്റെയിൻ ചെയ്ത് വീണ്ടും ഒരു ബെയറിഷ് പ്രൈസ് ആക്ഷൻ വന്നു, വീണ്ടും മുകളിൽ പോയി, വീണ്ടും ബെയറിഷ് ആയി. അപ്പോൾ ഇത് ചോപ്പി മാർക്കറ്റാണ്, ഇതും സംഭവിക്കാം. അപ്പോൾ ഒരു ആസ് എ സ്വിംഗ് ട്രേഡർ നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. കാരണം ഈ ഒരു സ്ട്രാറ്റജി ചിലപ്പോൾ നിങ്ങൾ ഇവിടെയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അധികം പ്രോഫിറ്റ്സും കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം മാർക്കറ്റ് ഓവറോൾ ഒരു ബെയറിഷ് മൊമെന്റം തന്നു. പക്ഷേ മാർക്കറ്റ് ഓവറോൾ ഒരു ബുള്ളിഷ് മൊമെന്റം തരുമ്പോൾ ഈ സ്ട്രാറ്റജി വർക്ക് ചെയ്യുമല്ലോ എന്നാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. കാരണം എല്ലാ സ്ട്രാറ്റജീസും ബെയറിഷ് കണ്ടീഷനിൽ വർക്ക് ചെയ്യില്ല. സോ അപ്പോൾ ഞാൻ ഈ ഒരു ദിവസങ്ങൾ 27, 28, 29 ഈ സമയങ്ങളിൽ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ 20 EMA ചെറുതായിട്ട് സ്ലോപ്പ് അപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 20 EMA മുകളിൽ ഈ നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സ് സസ്റ്റെയിൻ ചെയ്യാൻ തുടങ്ങി. ഈ സമയത്ത് ഞാൻ ഇപ്പം സംസാരിക്കാൻ പോകുന്ന സ്ട്രാറ്റജി വർക്ക് ചെയ്തോ ഇല്ലയോ, അല്ലെങ്കിൽ എന്തായിരുന്നു ഇതിൻ്റെ അവസ്ഥ, എത്രയായിരുന്നു ഇതിൻ്റെ വിൻ റേറ്റ് എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വിൻ റേറ്റും കാര്യങ്ങളും ചെക്ക് ചെയ്യില്ല, ജസ്റ്റ് ബാക്ക് ടെസ്റ്റ് ചെയ്തൊക്കെ എല്ലാ ദിവസവും എത്ര സ്റ്റോക്സിൽ എൻട്രി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എങ്കിൽ മാത്രമേ
ഇതിനകത്ത് നിങ്ങൾക്കൊരു ബെറ്റർ ഐഡിയ കിട്ടുള്ളൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ഓൾറെഡി 4 മിനിറ്റ് പോയി, 5 മിനിറ്റ് പോയി, നമുക്ക് സ്ട്രാറ്റജിയിലേക്ക് കിടക്കാം. സ്ട്രാറ്റജിയിലേക്ക് നമുക്ക് വേണ്ടത് 2 ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഫസ്റ്റ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഓസം ഓസിലേറ്റർ, സോറി RSI, സെക്കൻഡ് ഈസ് ഓസം ഓസിലേറ്റർ. സോ RSI എന്ന് പറയുന്നത് നമ്മൾ 2 പീരീഡ് RSI ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ RSI അപ്പർ ബാൻഡ് വേണ്ട, അതുപോലെ തന്നെ RSI ബേസ്ഡ് മൂവിങ് ആവറേജ് വേണ്ട. RSI ലോവർ ബാൻഡ് നമ്മൾ 30 ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രേഡിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. വിപ്രോ. സോ വിപ്രോ നോക്കുവാണെങ്കിൽ ഇത് 29-ാം തീയതി വർക്ക് ചെയ്ത ട്രേഡാണ്. അപ്പോൾ റൂൾസ് ഫസ്റ്റ് തിങ് വേഴ്സ് RSI ബിലോ 30 ഇരിക്കണം. RSI 2 ബിലോ 30 പോയിരിക്കണം, എങ്കിൽ അത് ഓവർ സോളിലേക്ക് പോകുള്ളൂ. ഇവിടെ നോക്കുകയാണെങ്കിൽ 22.37, ഇവിടെ നോക്കിയപ്പോൾ 22.37 ആണ് RSIൻ്റെ വാല്യൂ. അപ്പോൾ 30-ന് താഴെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓസം ഓസിലേറ്ററിലേക്ക് വരുവാണെങ്കിൽ ഓസം ഓസിലേറ്റർ 0-ക്ക് മുകളിലായിരിക്കണം. ഇവിടെ നോക്കുകയാണെങ്കിൽ വാല്യൂ നോക്കുകയാണെങ്കിൽ 11 പോയിന്റ് സംതിങ് ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടോ, 11.56 ആണ് ഓസം ഓസിലേറ്ററിൻ്റെ വാല്യൂ ഇവിടെ. അതുപോലെ തന്നെ ഈ ഒരു ഹിസ്റ്റോഗ്രാം കണ്ടോ, ഓസം ഓസിലേറ്ററിന് കൂടെ ഇത് ഗ്രീൻ ആയിരിക്കണം. അതായത് ഈ ഒരു ഇവിടെ നോക്കുമ്പോൾ ഇവിടെ RSI ഒരു 30-ന് താഴെ പോയിന്റ്, പക്ഷേ ഇവിടെ റെഡ് ആണ്. അപ്പോൾ നമുക്ക് എൻട്രി ഇല്ല. പക്ഷേ ഇവിടെ RSI 2 30-ന് താഴെ പോയി. അതുപോലെ തന്നെ ഇതൊരു ഓസം ഓസിലേറ്ററിന്റെ വാല്യൂ 11.56, അത് 0-ക്ക് മുകളിലാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്രീൻ പ്രൈസ് ആക്ഷൻ ആണ് വന്നിരിക്കുന്നത്, അതായത് ഗ്രീൻ ഹിസ്റ്റോഗ്രാമാണ് വന്നിരിക്കുന്നത്, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് കിട്ടുകയാണെങ്കിൽ, പോസിറ്റീവ് ക്യാൻഡിൽ ക്ലോസ് കിട്ടുവാണെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് സ്വിംഗിലോ വയ്ക്കാം, ടാർഗറ്റ് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ വയ്ക്കാം. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ 4% മൂവ് നമുക്ക് വിപ്രോയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഗ്രീൻ ക്യാൻഡിൽ ബൈ ചെയ്യാമെന്നുള്ളത് എൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ക്യാൻഡിൽ ബൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു അടുത്ത ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ബൈ ചെയ്യാം. ഇതൊക്കെ ഈ രീതിയിലുള്ള ബാക്ക് ടെസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ഇതിൽ ഏതാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രാറ്റജി തന്നെ മൊത്തമായിട്ട് നിങ്ങൾക്ക് ഉപേക്ഷിക്കാം, റൈറ്റ്. സോ ദാറ്റ് ഈസ് ഇറ്റ്. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. പിന്നെ നമുക്ക് 29-ാം തീയതി മുതൽ പുറകോട്ട് ഇങ്ങോട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ 29-ാം തീയതി ഈ ഒരു കണ്ടീഷൻസ് മെറ്റായ കുറച്ച് സ്റ്റോക്സ് ഞാൻ ഓൾറെഡി ഫിൽട്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ഓറിയന്റ് ഹോട്ടൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓറിയന്റ് ഹോട്ടൽ നോക്കുവാണെങ്കിൽ ഒരു പുള്ളിഷ് ക്യാൻഡിലാണ്. എൻട്രിയുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ എത്ര ശതമാനം പോയി? 9.35%. ഓറിയന്റ് ഹോട്ടൽ. മഹീന്ദ്ര M_M ഇവിടെ നോക്കിയേ 4% മൂവ് പോയിട്ടുണ്ട്. ഇവിടെ നോക്കിയേ RSI 14.42, ഓസം ഓസിലേറ്റർ 83.29. ഓസം ഓസിലേറ്ററിന്റെ കളർ പച്ച. നെക്സ്റ്റ് ഡേ ഗ്രീൻ ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുക്കുന്നു. പിന്നെ വിപ്രോ നമ്മൾ ഓൾറെഡി നോക്കി. മാന്യവർ ഇവിടെ സ്റ്റോപ്പ് ലോസ് ആണ്. ഇവിടെ നോക്കിയേ RSI 28.89, ഓസം ഓസിലേറ്റർ 64.9 സംതിങ്, 64.96. പിറ്റേ ദിവസം ഗ്രീൻ ക്യാൻഡിൽ നമ്മൾ എൻ്റർ ചെയ്യും. അവിടെ നിന്നൊരു മൊമെൻറ്റം മുകളിലേക്ക് ഡെഫിനറ്റ്ലി കിട്ടിയിട്ടുണ്ട്. 5% മൂവ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അഥവാ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഒബിയസ്ലി സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും. ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചു. ACI ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് എൻട്രി. ഇവിടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒന്നും അടിച്ചിട്ടില്ല. കെയ്നസ് എൻട്രി ഇവിടെ നോക്കിയേ 28 എന്ത് നോക്കുമ്പോൾ RSI 25.25, ഓസം ഓസിലേറ്റർ 303. അതുപോലെ തന്നെ ഗ്രീൻ. പിറ്റേ ദിവസം നമ്മളിവിടെ എൻട്രി. ഓക്കെ, ഈ എൻട്രി നോക്കുവാണെങ്കിൽ എത്ര പോയി? 7% പോയി. നമ്മൾ റാൻഡംലി ഒരു സ്റ്റോക്കും കൂടെ നോക്കി വെക്കാം. TCS. ഓക്കെ, 29 നോക്കുകയാണെങ്കിൽ എൻട്രി ഇവിടെ RSI 23.49, ഓസം ഓസിലേറ്റർ 161.05. പിറ്റേ ദിവസം ഇവിടെ 5% മുകളിലിട്ട്, റൈറ്റ്. റാൻഡം സുപ്രിയ ഇതൊരു സ്റ്റോപ്പ് ലോസ് അടിച്ച കേസാണ്.
എനിക്കറിയാം. സ്റ്റോപ്പ് ലോസ് ഞാൻ ഉള്ള ഒരു 1-2 കേസുകൾ നിങ്ങൾ കാണിച്ചു തരണമല്ലോ. RSI നോക്കുകയാണെങ്കിൽ 18.47, ഓസം ഓസിലേറ്റർ 158.39. നമ്മൾ ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ എത്ര ശതമാനം പോയി? 7.8% പോയിട്ടുണ്ട് കേട്ടോ മുകളിലേക്ക്. പക്ഷേ എങ്കിലും നിങ്ങൾ ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ലോസ് അടിച്ചാണ്. ഓക്കെ, അതാണ് സുപ്രിയ ലൈഫ് സയൻസസ്. ഇപ്പോൾ 29 തീയതി കുറേ ട്രേഡ്സുകൾസ് ഉണ്ട്. അന്ന് ഒരുപാട് ട്രേഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ പുറകോട്ടുള്ള ഡേറ്റ്സ് നോക്കാം. 29 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 28 നോക്കാം. 28 ജാഷ് 28 തീയതി നോക്കി. 27 തീയതി എന്താ സംഭവിച്ചത്? RSI 29, 30 താഴെ. ഓസം ഓസിലേറ്റർ 84.61. പിറ്റേ ദിവസം ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ മുകളിൽ നിന്ന് മൂവ് എത്ര? 10% മൂവ്. ബനാറസ് ബീഡ്സ് നോക്കുവാണെങ്കിൽ 28 തീയതി അല്ലേ? ഇതാ ഇവിടെയാണ് എൻട്രി, സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ്. ഇവിടെ നോക്കിയൊന്ന് എത്ര പോയി RSI? സോറി, ബനാറസ് ബീഡി RSI എത്ര? 29.96. ഗ്രീൻ ക്യാൻഡിൽ ഇൻ ഓസം ഓസിലേറ്റർ 10.43. ഓസം ഓസിലേറ്ററിൻ്റെ ഹിസ്റ്റോഗ്രാം ഗ്രീൻ. പിറ്റേ ദിവസം ഇവിടെ എൻട്രി എടുക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ ഇഷ്ടം പോലെ ഡിസ്ക്രിപ്ഷൻ പോലെ വെക്കുക. 15% മൂവ്. റൈറ്റ്. പിന്നെ സ്കൈ ഗോൾഡ് എൻട്രി ഇവിടെയാണ് കാണിക്കുന്നത്. ഇവിടെ എൻട്രി എത്ര ശതമാനം പോയി? 16%. ഇത് കണ്ടോ? RSI 22.89, ഓസം ഓസിലേറ്റർ 532. അതുപോലെ തന്നെ പിറ്റേ ദിവസം എൻട്രി. പക്ഷേ ഇവിടെ ഇത് കണ്ടോ, അപ്പർ സർക്യൂട്ട് അടിക്കുന്ന സ്റ്റോക്കുകളാണ്. ഇങ്ങനത്തെ സ്റ്റോക്കുകൾ ഞാൻ അധികം ട്രേഡ് എടുക്കാറില്ല. കാരണം തിരിച്ച് ലോവർ സർക്യൂട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് സജസ്റ്റും ചെയ്യില്ല ഇങ്ങനെ അപ്പർ സർക്യൂട്ട് അടിക്കുന്ന സ്റ്റോക്സിൽ ട്രേഡ് എടുക്കാൻ. നല്ല ലിക്വിഡായ സ്റ്റോക്സിൽ ട്രേഡ് എടുക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങി തിരിച്ച് അത് വിറ്റ് തിരിച്ചിറങ്ങി വരാനും പറ്റും. ചില സമയങ്ങളിൽ അപ്പർ സർക്യൂട്ട് അടിച്ച് പോയിട്ട് പിന്നെ ലോവർ സർക്യൂട്ട് അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഇറങ്ങി വരാനും പറ്റില്ല. അപ്പോൾ അപ്പർ സർക്യൂട്ട് അടിക്കുന്ന സ്റ്റോക്കുകൾ അധികം ട്രേഡ് ചെയ്യാതിരിക്കുക. ഹൈലി ലിക്വിഡായ സ്റ്റോക്സ് ട്രേഡ് ചെയ്യുക. ഇവിടെ അപ്പർ സർക്യൂട്ട് അടിക്കുന്ന സ്റ്റോക്കാണിത്. നെക്സ്റ്റ് വൺ ഈസ് ഇൻക്രെഡിബിൾ ഇൻഡസ്ട്രീസ്. 28 തീയതി ഇവിടെ ഒരു എൻട്രി ഉണ്ട്. അവിടെ നിന്ന് എത്ര ശതമാനം പോയി? 15.57. റൈറ്റ്. എല്ലാം സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാം സെയിം കോൺസെപ്റ്റ്സ് ആണ്. 25.97, 4 ആണ് നമ്മുടെ RSI. AO എന്ന് പറഞ്ഞ ഓസം ഓസിലേറ്റർ 4.99. അതും ഗ്രീൻ ആയ ഹിസ്റ്റോഗ്രാം. പിറ്റേ ദിവസം ഗ്രീൻ ക്യാൻഡിൽ നമ്മൾ ബൈ ചെയ്തു. ഓക്കെ, 28 തീയതി എത്ര എൻട്രീസ് ഉള്ളൂ? നമുക്ക് 27 തീയതി കൂടെ നോക്കിയിട്ട് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. 27 തീയതി IVP 27 തീയതി അല്ലേ? ഇതാ ഇവിടെ എൻട്രി, ഇവിടെ സ്റ്റോപ്പ് ലോസ് ആണ്. ഒന്നും ട്രിഗർ ആയിട്ടില്ല. ശില്പാമെഡ് ഇതൊരു ഡോജിയാണ്. ഇതൊരു ഗ്രീൻ ക്യാൻഡിൽ എന്ന് കൂടെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ എൻട്രി എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. ഞാൻ എൻട്രി എടുക്കില്ല പേഴ്സണലി. KRN ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഈ ഗ്രീൻ ക്യാൻഡിൽ നിന്ന് മുകളിലേക്ക് എത്ര ശതമാനം മൂവ് കിട്ടി? 16% മൂവ്. കല്യാൺ 26, 27 ഡോജി പോലെ വന്ന് 28 തീയതി നമുക്ക് വേണ്ടി എടുക്കാമായിരുന്നു. എത്ര ശതമാനം 5.79. ഇതാണ് സ്ട്രാറ്റജി. ഇതിൻ്റെ വിൻ റേറ്റ് കുറച്ച് കൂടുതലാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഒബ്വിയസ്ലി ഞാൻ കാണിച്ച ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ബുള്ളിഷ് ആയിട്ട് മാർക്കറ്റിലേക്ക് മൊമെൻറ്റം വരുന്ന ദിവസങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങൾ ട്രേഡ് ചെയ്യണം. ഇത് ബേസിക്കലി മനസ്സിലാക്കാൻ എങ്ങനെയാണ് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സ് അറ്റ്ലീസ്റ്റ് 10 and 20 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റോക്സിൽ ഈ സെറ്റപ്പ് വരുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രോബിലിറ്റി ഓഫ് വിന്നിങ് കൂടുതലായിരിക്കും. ഞാൻ പല സ്റ്റോക്കുകളും വേറെയും കാണിച്ചിരുന്നു സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ മെല്ലെ ആ ലോസ് അക്സെപ്റ്റ് ചെയ്തിട്ട് തിരിച്ച് പുതിയ സെറ്റപ്സ് ഉണ്ടോ നോക്കി അതിൽ ട്രേഡ് ചെയ്യാൻ നോക്കുക. കിട്ടുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ 0.25% ആണ് നിങ്ങൾ റിസ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 0.25% സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയി കഴിഞ്ഞു. ലെറ്റ് ഇറ്റ് ഗോ. പിന്നെ അടുത്ത ട്രേഡ് ഇപ്പോൾ ഒരു 4 hour മൂവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ 1% കിട്ടി. അപ്പോൾ 1% 0.25 കോസ്റ്റ് ചെയ്യുന്ന 0.75% ഒരു ട്രേഡ് കിട്ടി. റൈറ്റ്. അപ്പം അങ്ങനെ നമ്മൾ കോമ്പൗണ്ട് ചെയ്യുക. അങ്ങനെ നിങ്ങളൊരു 100 ട്രേഡ് എടുക്കാൻ പറ്റുവാണെങ്കിൽ
ആ 100-ൽ ഒരു 40 35-40 വിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എത്ര ശതമാനം നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ എത്ര ശതമാനം നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കാമെന്ന് നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നമ്പർ വളരെ ഹ്യൂജ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആസ് കമ്പയർ ടു നിങ്ങൾ ഒരു ബാങ്കിൽ FD ഇടുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ നമ്പേഴ്സ് ആയിരിക്കും അത്. അതും നിങ്ങൾ എൻഡ് ഓഫ് ദി ഡേ മാത്രം മാർക്കറ്റ് നോക്കിയാൽ മതി. അതായത് മാർക്കറ്റ് എൻഡ് ഓഫ് ദി ഡേ എങ്ങനെയാണ് നിൽക്കുന്നത്, ബിയറിഷ്നെസ് ഉണ്ടോ ബുള്ളിഷ്നെസ് ആണോ, പിന്നെ സെറ്റപ്സ് എൻഡ് ഓഫ് ഡേയിലേക്കല്ലേ നമ്മളിപ്പോൾ ഈ ഡേ എൻഡിലേക്കാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഒരു 3-3:30 മാത്രം വന്ന് മാർക്കറ്റ് നോക്കുക. എൻട്രി ടെക്നിക്സ് ഉണ്ടെങ്കിൽ എൻട്രി ചെയ്യുക. എൻട്രി ഒന്നുമില്ല, മാർക്കറ്റ് ബേരിഷാണ് എന്നുണ്ടെങ്കിൽ എൻട്രി ചെയ്യാതിരിക്കുക. അഥവാ മാർക്കറ്റ് ബേരിഷാണ് എൻട്രി ഉണ്ടെങ്കിൽ അപ്പോഴും എൻട്രി ചെയ്യാതിരിക്കുക. റൈറ്റ്. അപ്പം അത്രയേ ഉള്ളൂ. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങളെല്ലാവരും ബാക്ക് ടെസ്റ്റ് ചെയ്യുക, ഫോർവേഡ് ടെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻസിൽ കാര്യങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആർക്കെങ്കിലും സ്വിംഗ് ട്രേഡിങ്ങിൽ താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ദ വീഡിയോ ആസ് വെൽ ആസ് പ്ലീസ് ഡു പുട്ട് യുവർ കമൻറ്റ്സ്. അത് വളരെ എൻകറേജിങ് ആയിരിക്കും എനിക്ക് ടു മേക്ക് ഫർദർ വീഡിയോസ് ലൈക്ക് ദിസ്. Okay. So thank you. Happy trading, happy investing. Have a great day.